ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോബ്സ് കോർണർ. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും മറ്റൊരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ രണ്ട് ഓപ്ഷൻ ഉള്ളത്, ഒന്ന് ഫിസിക്കൽ അല്ലെങ്കിൽ ഓഫ്ലൈൻ മെത്തേഡ്, അതേപോലെ തന്നെ ഓൺലൈൻ മെത്തേഡ്. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഡിമാറ്റ് അക്കൗണ്ട് CDSL ആണ്, നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡിമാറ്റ് അക്കൗണ്ട് NSDL ആണെങ്കിൽ ഓൺലൈൻ മെത്തേഡ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതേസമയം നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഡിമാറ്റ് അക്കൗണ്ട് CDSL ആണ്, നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡിമാറ്റ് അക്കൗണ്ട് CDSL ആണെങ്കിൽ ഈസി ആയിട്ട് ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ എക്സിസ്റ്റിംഗ് ഡിമാറ്റ് അക്കൗണ്ട് NSDL ആണ്, നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് NSDL ആണെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ എക്സിസ്റ്റിംഗ് ഡിമാറ്റ് അക്കൗണ്ട് NSDL ആണ്, നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡിമാറ്റ് അക്കൗണ്ട് CDSL ആണെങ്കിലും ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ ഓഫ്ലൈൻ മെത്തേഡ് വഴി ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുവേണ്ട ഫോംസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പലർക്കും പല റീസൺസ് ഉണ്ടാകാം. ചിലർക്ക് 4-5 ഡിമാറ്റ് അക്കൗണ്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാം കൂടെ മോണിറ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളപ്പോൾ എല്ലാ ഡിമാറ്റ് അക്കൗണ്ടിലെ ഷെയറുകളും കൂടി ഒരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഈസി ആയിട്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ എക്സിസ്റ്റിംഗ് ബ്രോക്കറുടെ സർവീസിൽ ഹാപ്പി ഇല്ലായിരിക്കും, അവരുടെ ചാർജുകൾ കൂടുതലായിരിക്കാം. അങ്ങനെ വരുമ്പോഴും മറ്റൊരു ബ്രോക്കറിലേക്ക് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഹോൾഡ് ചെയ്യുന്നത് ഡിപ്പോസിറ്റുകളാണ്. ഇന്ത്യയിൽ 2 ഡിപ്പോസിറ്റുകളാണ് ഉള്ളത്, CDSL-ഉം NSDL-ഉം. എല്ലാ ബ്രോക്കേഴ്സും ഏതെങ്കിലും ഒരു ഡിപ്പോസിറ്ററി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാകാം. ഫോർ എക്സാമ്പിൾ, സിറോദ ആണെങ്കിൽ CDSL ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, ജിയോജിത് NSDL ആയിട്ടാണ്. അങ്ങനെ ഓരോ ബ്രോക്കേഴ്സും ഏതെങ്കിലും ഒരു ഡിപ്പോസിറ്ററി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഏത് ഡിപ്പോസിറ്ററിയിലാണ് എന്ന് അറിയാൻ ഏറ്റവും ഈസി, നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് നമ്പർ നോക്കുക. ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൽഫബറ്റിലാണെങ്കിൽ അത് NSDL ആണ്, അതേപോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്പേഴ്സിലാണെങ്കിൽ അത് CDSL-ലായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ ബ്രോക്കർ ഏത് ഡെപ്പോസിറ്ററി ആയിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ എക്സിസ്റ്റിംഗ് ബ്രോക്കറിൽ നിന്നും മറ്റൊരു ബ്രോക്കറിലേക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ ബ്രോക്കർ ഏത് ഡെപ്പോസിറ്ററി ആയിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് നോക്കുക. ഫോർ എക്സാമ്പിൾ, സിറോദ ആണെങ്കിൽ CDSL ആണ്, അതേപോലെ ആക്സിസ് ബാങ്ക് ആണെങ്കിൽ CDSL ആണ്. അപ്പോൾ നിങ്ങൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് CDSL ഡിപ്പോസിറ്ററിയിൽ നിന്ന് CDSL ഡിപ്പോസിറ്ററിയിലേക്ക് തന്നെയാണ്. അത് വളരെ ഈസിയാണ്. അതേപോലെ NSDL ടു NSDL ആണെങ്കിലും ഈസിയാണ്. CDSL ടു CDSL അല്ലെങ്കിൽ NSDL ടു NSDL ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഇൻട്രാ ഡിപ്പോസിറ്ററി എന്നും, അതേപോലെ NSDL ടു CDSL അല്ലെങ്കിൽ CDSL ടു NSDL ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഇൻ്റർ ഡിപ്പോസിറ്ററി ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. ഇനി ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏതൊക്കെ പാർട്ടീസാണ് ഇതിൽ ഇൻവോൾവ് ആകുന്നത് നോക്കാം. ഏറ്റവും ആദ്യമായി ഓൾഡ് ബ്രോക്കർ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബ്രോക്കർ, നെക്സ്റ്റ് ഇൻവെസ്റ്റർ, അത് നമ്മുടെ തന്നെ, പിന്നെ CDSL NSDL അതായത് ഏതെങ്കിലും ഒരു ഡിപ്പോസിറ്ററി, അതേപോലെ ന്യൂ ബ്രോക്കർ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സിറോദയിൽ നിന്നും ആക്സിസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഓൾഡ് ബ്രോക്കർ സിറോദ, നിങ്ങൾ ഇൻവെസ്റ്റർ, അതേപോലെ തന്നെ ഡിപ്പോസിറ്ററി ഇതിൽ CDSL തന്നെയാണ് വരുന്നത്, ഇൻട്രാ ഡിപ്പോസിറ്ററിയാണ് വരുന്നത്. ന്യൂ ബ്രോക്കർ എന്ന് പറയുന്നത് ആക്സിസ് സെക്യൂരിറ്റീസ് ആണ്. ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ 2 മെത്തേഡാണ്, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ മെത്തേഡ്സ്. ഓഫ്ലൈൻ മെത്തേഡ് വഴിയാണ് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡെലിവറി ഇൻസ്ട്രക്ഷൻ സ്ലിപ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതേപോലെ ഓൺലൈൻ മെത്തേഡ് ആണെങ്കിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് CDSL ആണെങ്കിൽ CDSL ECST ഉപയോഗിച്ചും, NSDL ആണെങ്കിൽ NSDL-ന്റെ സ്പീഡ് ഉപയോഗിച്ചുമാണ് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഓഫ്ലൈൻ മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓഫ്ലൈൻ മെത്തേഡിൽ ഈ 4 സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം എക്സിസ്റ്റിംഗ് ബ്രോക്കറുടെ അടുത്ത് നിന്ന് DIS സ്ലിപ്പ് വാങ്ങുക, അത് ഫില്ല് ചെയ്യുക, എക്സിസ്റ്റിംഗ് ബ്രോക്കർക്ക് തന്നെ അത് സബ്മിറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത DIS ബ്രോക്കർ ഡിപ്പോസിറ്ററിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നെക്സ്റ്റ്, ഡിപ്പോസിറ്ററി നമ്മുടെ ഷെയറുകൾ പുതിയ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. വിതിൻ 4 to 6 വർക്കിംഗ് ഡേയ്സ് നിങ്ങളുടെ ഷെയറുകൾ പുതിയ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. ഇത്രയും പ്രോസസ്സുകളാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്ന ചാർജ് ടോട്ടൽ ടേൺ ഓവറിന് 0.03% അല്ലെങ്കിൽ ഓരോ സെക്യൂരിറ്റിക്കും എഗെയിൻസ്റ്റ് 25 rupees, വിച്ച് എവർ ഈസ് ഹയർ എന്നുള്ളതാണ് ഇവിടെ വരുന്നത്, പ്ലസ് GST കൂടി ആപ്ലിക്കബിൾ ആണ്. ഡിപ്പെൻസ് ഓൺ ദ ബ്രോക്കേഴ്സ്. ഈ ചാർജസിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നതാണ്. ഇതേപോലെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലോസർ കം ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതായത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഡിമാറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്തുകൊണ്ട് പുതിയ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ്. അങ്ങനെ വരുമ്പോൾ ഈ ചാർജസ് ആപ്ലിക്കബിൾ അല്ല. ഇനി ഓഫ്ലൈൻ മെത്തേഡിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായ DIS എങ്ങനെയാണ് ഫില്ല് ചെയ്ത് നോക്കാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ബ്രോക്കറുടെ കയ്യിൽ നിന്നും ഡെലിവറി സ്ലിപ്പ് അറേഞ്ച് ചെയ്യുക. ഇവിടെ സാമ്പിൾ DIS ആയിട്ട് സിറോദയുടെ DIS ആണ് കാണിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ബ്രോക്കേഴ്സിൻ്റെയും ഡെലിവറി സ്ലിപ്പിൻ്റെ ഫോർമാറ്റ് ഇതേപോലെയൊക്കെ തന്നെയായിരിക്കും. ചെറിയ ചേഞ്ചസ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇവിടെ സെക്ഷൻ 1 നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യുക. ഇവിടെ ബെനിഫിഷ്യൽ ഓണർ ID ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ സെക്ഷൻ 2 നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഷെയറിൻ്റെ ISIN നമ്പറാണ്, അത് യുണീക്ക് നമ്പറാണ്, അതാണ് എൻ്റർ ചെയ്യേണ്ടത്. ആ നമ്പർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഓരോ സെക്യൂരിറ്റീസിൻ്റെയും ISIN നമ്പർ കിട്ടുന്നതാണ്. ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഇവിടെ സെക്യൂരിറ്റീസ് നെയിം എൻ്റർ ചെയ്യുക. അതേപോലെ എത്ര ക്വാണ്ടിറ്റിയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് 10 നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്, നിങ്ങൾക്ക് 5 നമ്പേഴ്സ് ട്രാൻസ്ഫർ ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഗിഫ്റ്റായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് അത് എൻ്റർ ചെയ്താൽ മതി. മുഴുവൻ ക്വാണ്ടിറ്റിയും ട്രാൻസ്ഫർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പാർഷ്യലായിട്ട് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, ഒരു DIS സ്ലിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 5 ഷെയറുകൾ മാത്രമേ ഇവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 5-ൽ കൂടുതൽ ഷെയറുകൾ
ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് DAS അനക്സർ കിട്ടുന്നതാണ്. അനക്സർ ഉപയോഗിച്ചാണ് കൂടുതൽ ഷെയറുകൾ നിങ്ങൾ എൻട്രി ചെയ്യേണ്ടത്. സെക്ഷൻ 4 ക്വാണ്ടിറ്റി ഇൻ ഫിഗേഴ്സ്, ഇവിടെ ക്വാണ്ടിറ്റി ഇൻ വേർഡ്സ്. സെക്ഷൻ 6 നിങ്ങൾ ഒന്നും ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. സെക്ഷൻ 7 നേരത്തെ പറഞ്ഞ അനക്സേഴ്സ്, നിങ്ങൾക്ക് ഒരുപാട് ഷെയറുകൾ ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ അനക്സേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ എത്ര അനക്സറുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. സെക്ഷൻ 8 സെലക്ട് ദ റീസൺ ഫോർ ട്രാൻസ്ഫർ. നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ടാണോ അതോ ട്രാൻസ്ഫർ ടു ഓൺ അക്കൗണ്ട്സ് ആണോ, എന്ത് റീസൺ കൊണ്ടാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ തന്നെ പുതിയ ഡിമാറ്റ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ട്രാൻസ്ഫർ ടു ഓൺ അക്കൗണ്ട് എന്നുള്ളതാണ് ചൂസ് ചെയ്യേണ്ടത്. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതേപോലെ അതർ റീസൺ ആണെങ്കിൽ ഇവിടെ അതേഴ്സ് ഉണ്ട്. ഇവിടെ അതർ റീസൺ ആണെങ്കിൽ എന്ത് കോഡാണ് നിങ്ങൾ എൻട്രി ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇത്രയും റീസൺസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റീസൺ കോഡ് അവിടെ എൻട്രി ചെയ്താൽ മതി. സെക്ഷൻ 9 ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുക. സെക്ഷൻ 10 നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ CDSL ടു CDSL ആണെങ്കിൽ ഇവിടെ BO ടു BO സെലക്ട് ചെയ്യുക, CDSL സെലക്ട് ചെയ്യുക. ഇവിടെ കൗണ്ടർ DPID എന്നുള്ള സെക്ഷനിൽ ഏത് ഡിമാറ്റ് അക്കൗണ്ടിലേക്കാണോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റാർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡിമാറ്റ് അക്കൗണ്ട് ആകാം. ആ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ആദ്യത്തെ 8 ഡിജിറ്റ്, അതായത് DPID ആണ് ഇവിടെ എൻറ്റർ ചെയ്യേണ്ടത്. അതേപോലെ കൗണ്ടർ ക്ലയൻറ്റ് ID എന്നുള്ളതിൽ റിമൈനിങ് 8 ഡിജിറ്റ്സ് ആണ് എൻറ്റർ ചെയ്യേണ്ടത്. ഇവിടെ കൗണ്ടർ B എന്നുള്ള സെക്ഷനിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ നെയിം എൻറ്റർ ചെയ്യുക. ഇനി അതല്ല ഒരു ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ അവരുടെ പേരാണ് ഇവിടെ എൻട്രി ചെയ്യേണ്ടത്. സെക്ഷൻ 11 and 12 കീപ്പേഴ്സ് ബ്ലാങ്ക്. സെക്ഷൻ 13 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് നിങ്ങൾ സൈൻ ചെയ്യേണ്ട സെക്ഷൻ. നിങ്ങൾ സൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഡിമാറ്റ് അക്കൗണ്ടിലുള്ള അതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ സിഗ്നേച്ചർ. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഈ റിക്വസ്റ്റ് റിജക്റ്റ് ആകുന്നതാണ്. അതേപോലെ ഓരോ ഡീറ്റെയിലും വളരെ കൃത്യമായി തന്നെ എൻട്രി ചെയ്യുക. ISIN നമ്പറും സെക്യൂരിറ്റിയുടെ നെയിമൊക്കെ എൻട്രി ചെയ്യുമ്പോൾ നിങ്ങളതിലെ സ്പെല്ലിംഗ് എല്ലാം കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി ചെയ്യുക. ക്വാണ്ടിറ്റി എൻട്രി ചെയ്യുക. അതേപോലെ തന്നെ കട്ട് ചെയ്ത് ഓവർ റൈറ്റ് ചെയ്യരുത്. അങ്ങനെയുള്ള എറേഴ്സ് എല്ലാം റിജക്ഷന് കാരണമായി മാറുന്നതാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങളത് എൻട്രി ചെയ്യാൻ. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഷെയറുകൾ മറ്റൊരാൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയോ അതല്ലെങ്കിൽ മറ്റൊരാളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ DAS സ്ലിപ്പിനോടൊപ്പം നിങ്ങൾ CMR കോപ്പി കൂടി, അത് ക്ലയൻറ്റ് മാസ്റ്റർ റിപ്പോർട്ട്, അതായത് ഏത് ഡിമാറ്റ് അക്കൗണ്ടിലേക്കാണോ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ബ്രോക്കറുടെ CMR കോപ്പി, ബ്രോക്കറുടെ കയ്യിൽ നിന്ന് CMR കോപ്പി ഡൗൺലോഡ് ചെയ്ത് ഈ DA സ്ലിപ്പിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇതാണ് DA സ്ലിപ്പിൻ്റെ അനക്സർ എന്ന് പറയുന്നത്. 5ൽ കൂടുതൽ ഷെയറുകളുണ്ടെങ്കിൽ ആദ്യത്തെ 5 ഷെയറുകൾ DA സ്ലിപ്പിൽ എൻട്രി ചെയ്യുക, റിമൈനിങ് നിങ്ങൾ ഇവിടെ എൻട്രി ചെയ്യുക. അതിനുശേഷം ഇവിടെയും സിഗ്നേച്ചർ കൊടുക്കേണ്ടതാണ്. ഇവിടെ ഫസ്റ്റ് ഹോൾഡർ, സെക്കൻഡ് ഹോൾഡർ എന്നൊക്കെ കാണാം. ഫസ്റ്റ് ഹോൾഡർ മാത്രം നിങ്ങൾ സൈൻ ചെയ്താൽ മതി. അതേസമയം ജോയിൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ സെക്കൻഡ് ഹോൾഡർ, തേർഡ് ഹോൾഡർ ഉണ്ടെങ്കിൽ അവരും സൈൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഓഫ്ലൈൻ മെത്തേഡ് വഴി ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര ഡിമാറ്റ് അക്കൗണ്ടുകളിൽ നിന്ന് വേണമെങ്കിലും ഒരു സിംഗിൾ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ CDSL ടു CDSL ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓൺലൈൻ വഴി ചെയ്യാം. NSDL ടു NSDL ആണെങ്കിലും ഈസി ആയിട്ട് ചെയ്യാം. ഏറ്റവും അധികം ബുദ്ധിമുട്ട് വരുന്നത് CDSL നിന്നും NSDയിലേക്ക് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ്. CDSL നിന്നും NSDയിലേക്കാണ് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെങ്കിൽ ഓഫ്ലൈൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ ഈസി. അപ്പോൾ ഫിസിക്കൽ മെത്തേഡ് വഴി എങ്ങനെയാണ് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കുക ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്സുകളും തരിക. അടുത്ത എപ്പിസോഡിൽ എങ്ങനെയാണ് ഓൺലൈനായിട്ട് CDSL ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും CDSL ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി എത്രയും പെട്ടെന്ന് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.